My dear brothers and sisters, my dear children, today we celebrate the feast of the Nativity of Mary, the Mother of God, a day that marks the beginning of a life that would change the course of human history. Mary's birth is a testament to God's plan of salvation, a plan that would unfold through the willingness to bear the Son of God. Her life was one of humility, obedience, and trust in the Lord. As we reflect on Mary's life, we are reminded of the importance of surrendering to God's will just as she did. Her fiat, let it be done to me according to your will, Luke 1:38, is a model for our own surrender to God and His plan. Mary's birth is also a celebration of the beauty of womanhood, the gift of motherhood, and the power of faith. She is the ultimate example of a life lived for God, a life that radiates love, compassion, and grace. As we honor Mary on her birthday, let us ask for her intercession that we may imitate her virtues and follow her examples in life and faith. May we, like Mary, be bearers of Christ's love and light in our world that mostly finds itself in darkness. Her birth is like the rising of the morning star in the sky, preceding the birth of the eternal Son, Jesus. Let us pray to God the Father. O Lord, you chose the Virgin Mary to be the mother of your Son. Grant that we may follow her example and be worthy of the inheritance of the saints as sons and daughters with your Son, Jesus. Amen. ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണ്. അവളുടെ ജന്മം വഴി, അവളിലൂടെ ജനിച്ച മനുഷ്യപുത്രൻ വഴി മനുഷ്യകുലത്തിനൊരു പുതിയ ദിശയും ദിശാബോധവും കൈവന്നു. കർത്താവിലൂടെ ഒരു പുതിയ വഴി തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പദ്ധതി മറിയത്തിലൂടെ പൂർത്തിയാവുകയായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന അവളുടെ വാക്കുകൾ മനുഷ്യകുലത്തിൻ്റെ പുതുപ്പിറവിക്ക് ആരംഭം കുറിച്ചു. മാതാവിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് സ്ത്രീത്വത്തിൻ്റെ ആഘോഷമാണ്. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ആഘോഷമാണ്, മാതൃത്വത്തിൻ്റെ ആഘോഷമാണ്. ഇത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രഘോഷണമാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മാതൃകയാണ് മറിയം. മാതാവിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ അവളുടെ പുണ്യജീവിതം നമുക്ക് അനുകരിക്കുവാൻ പരിശ്രമിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ നമ്മിലൂടെയും അവതരിപ്പിക്കുവാനുള്ള അനുഗ്രഹം അമ്മ വഴി നമുക്ക് അപേക്ഷിക്കാം. ഈശോയുടെ മുന്നോടിയായി ഉദിച്ച പ്രഭാത നക്ഷത്രം പോലെ വിഖായസിൽ ഉദിച്ചു നിൽക്കുന്ന മറിയം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട ദിവസങ്ങളിൽ നമുക്ക് പ്രത്യാശയുടെ നക്ഷത്രമായിരിക്കട്ടെ. ഇന്ന് നമ്മൾ സഭയെന്ന നിലയിൽ ആ തിരുനാൾ ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. സഭയും നമ്മുടെ അമ്മയാണ്. ഈ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. അവളും നമ്മുടെ അമ്മയാണ്. എല്ലാ സ്ത്രീകളുടെയും എല്ലാ അമ്മമാരുടെയും എല്ലാ പെൺകുട്ടികളുടെയും സുരക്ഷിതത്വം പരിശുദ്ധ അമ്മയെ നമുക്ക് ഫലമേൽപ്പിക്കാം. പരിശുദ്ധ അമ്മ അവരെ ജീവിത വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കട്ടെ. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ.